Good afternoon, one and all, and welcome to yet another live session from Vision Learning. In this live session, I will be discussing about use of connectors in OET speaking and writing. We can wait for some time so that everyone can join online. യൂസ് ഓഫ് കണക്ടേഴ്സ് ഇൻ OET സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. നമുക്ക് OET സ്പീക്കിംഗിലും അതേപോലെ തന്നെ റൈറ്റിംഗിലും എങ്ങനെ കണക്ടേഴ്സ് നന്നായി ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. മെയിൻ ആയിട്ട് 3 ടൈപ്പ് കണക്ടേഴ്സ് ആണുള്ളത്. അതിലാദ്യത്തെ കണക്ടേഴ്സ് ഫോർ ആഡിങ് ഇൻഫോർമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണക്ടേഴ്സ്. ആൻഡിന് പകരം ഉപയോഗിക്കുന്നത് ആൻഡ് ഓൾസോ, ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ, അതേപോലെ തന്നെ അപ്പാർട്ട് ഫ്രം ദിസ്. ആൻഡ് ഓൾസോ, ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ, അപ്പാർട്ട് ഫ്രം ദിസ്. കണക്ടേഴ്സ് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നല്ല സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തൊരു സെറ്റാണ് കോൺട്രാസ്റ്റ് കണക്ടേഴ്സ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഐഡിയയും ഉണ്ടായിരിക്കും, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഐഡിയയും ഉണ്ടായിരിക്കും. ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കോൺട്രാസ്റ്റ് കണക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. പോസിറ്റീവും ഉണ്ടായിരിക്കും, നെഗറ്റീവും ഉണ്ടായിരിക്കും. ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കോൺട്രാസ്റ്റ് കണക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഹവർ, ബട്ട്, ഓൾദോ, അതർവൈസ്, ഇൻസ്റ്റഡ്, സബ്സിക്വന്റ്ലി, ഇങ്ങനെയുള്ള കണക്ടേഴ്സ്. ലാസ്റ്റത്തെ ഒരു സെക്ഷൻ ആണ് കോസ് ആൻഡ് ഇഫക്റ്റ് കണക്ടേഴ്സ്. അതുകൊണ്ട് എന്നർത്ഥം വരുന്ന കോസ് ആൻഡ് ഇഫക്റ്റ് കണക്ടേഴ്സ്. ആസ് എ റിസൾട്ട്, therefore, consequently, ഇപ്പൊ തൽഫലമായി, അതുകൊണ്ട്, കറക്റ്റ് മരുന്ന് കൊടുത്തു, അതുകൊണ്ട് പനി ഭേദമായി, അങ്ങനെയൊക്കെ പറയുമ്പോൾ കോസ് ആൻഡ് ഇഫക്റ്റ് കണക്ടേഴ്സ് ആണ് ഉപയോഗിക്കുക. നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്പീക്കിങ്ങിൽ അത്ര അധികം കണക്ടേഴ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല. Connectors are used to create a better image of the presenting information. പറയുന്ന കാര്യം അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ കുറച്ചുകൂടി ബെറ്റർ ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഹെൻസ് ഉപയോഗിക്കാൻ പാടില്ല. അതിനു പകരം therefore എന്നുള്ള കണക്ടർ ആണ് ഉപയോഗിക്കേണ്ടത്. സ്പീക്കിങ്ങിലാണെങ്കിലും ഹെൻസ് ഉപയോഗിക്കാതെ therefore എന്നുള്ള കണക്ടർ ഉപയോഗിക്കുക. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 2 ടൈപ്പ് സെന്റൻസസ് തന്നിട്ടുണ്ട്. അതിനെ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരാം. അതിൽ ആദ്യത്തെയാണ് റിക്വയർഡ് ട്രീറ്റ്മെന്റ് വാസ് ഗിവൻ. രണ്ടാമത്തേല് ഹിസ് കണ്ടീഷൻ ഇംപ്രൂവ്ഡ്. ഈ 2 സെന്റൻസിനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. ട്രീറ്റ്മെന്റ് കൊടുത്തു, അതുകൊണ്ട് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്തു. അതുകൊണ്ട് എന്നുള്ള ഒരു മീനിങ്ങിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവിടെ കോസ് ആൻഡ് ഇഫക്റ്റ് കണക്ടർ ആണ് ഉപയോഗിക്കേണ്ടത്. Required treatment was given as a result. അതുകൊണ്ട് his condition improved. ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു, അതുകൊണ്ട് ആളുടെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്തു.
രണ്ടാമത്തെ ഇതേ സെന്റൻസ് നമുക്ക് കോൺസിക്വന്റ്ലി എന്നുള്ള ഒരു കണക്ടർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. കോൺസിക്വന്റ്ലി എന്ന് പറയുമ്പോൾ തൽഫലമായി എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരിക. റിക്വയർഡ് ട്രീറ്റ്മെന്റ് വാസ് ഗിവൺ, കോൺസിക്വന്റ്ലി ഹിസ് കണ്ടീഷൻ ഇംപ്രൂവ്ഡ്. ട്രീറ്റ്മെന്റ് കൊടുത്തു, അതുകൊണ്ട് അല്ലെങ്കിൽ തൽഫലമായി ഹിസ് കണ്ടീഷൻ ഇംപ്രൂവ്ഡ്. ആസ് എ റിസൾട്ട് അല്ലെങ്കിൽ കോൺസിക്വന്റ്ലി, രണ്ടിലും ഏതെങ്കിലും ഒരു കണക്ടർ നമുക്ക് ഉപയോഗിക്കാം. therefore ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ റിക്വയർഡ് ട്രീറ്റ്മെന്റ് വാസ് ഗിവൺ ഇൻക്ലൂഡിംഗ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓക്സിജൻ, അത് കഴിഞ്ഞ സെമിക്കോളൻ ഇട്ടിട്ട് വേണം therefore എന്നുള്ള കണക്ടർ എഴുതാൻ. സെമിക്കോളൻ, therefore, കോമ. സ്ട്രക്ചർ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ സെന്റൻസിന്റെ ഇടയിലാണ് therefore ഉപയോഗിക്കുന്നത് എങ്കിൽ സെമിക്കോളൻ കഴിഞ്ഞ് therefore എഴുതി കോമ ഇടണം. Therefore, he is being referred under your expertise for definite diagnosis and further management. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് therefore ഉപയോഗിക്കുന്നത് എങ്കിൽ therefore T ക്യാപിറ്റൽ കോമ, അവിടെ സെമിക്കോളന്റെ ആവശ്യമില്ല. സെന്റൻസിന്റെ ഇടയിലാണെങ്കിൽ മാത്രം സെമിക്കോളൻ therefore കോമ. അതേപോലെ തന്നെയാണ് however. റിക്വയർഡ് however എന്ന് പറയുമ്പോൾ എന്താ, കോൺട്രാസ്റ്റ് കണക്ടേഴ്സ് ആണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഐഡിയയും ഉണ്ടായിരിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള ഐഡിയയും ഉണ്ടായിരിക്കും. അതിനെ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കോൺട്രാസ്റ്റ് കണക്ടർ ആയിട്ടുള്ള however ഉപയോഗിക്കുന്നത്. റിക്വയർഡ് ട്രീറ്റ്മെന്റ് വാസ് ഗിവൺ, howeverഉം therefore സ്ട്രക്ചർ സെയിം ആണ്. സെമിക്കോളൻ however കോമ. റിക്വയർഡ് ട്രീറ്റ്മെന്റ് വാസ് ഗിവൺ സെമിക്കോളൻ however കോമ ഹിസ് കണ്ടീഷൻ ഡിഡ് നോട്ട് ഇംപ്രൂവ്. ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടും കണ്ടീഷൻ എന്ത് ചെയ്തില്ല, ഇംപ്രൂവ് ചെയ്തില്ല. ഇപ്പൊ ട്രീറ്റ്മെന്റ് കൊടുത്തത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്തില്ല, അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള രണ്ട് സെന്റൻസിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് however എന്നുള്ള ഒരു കണക്ടർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. therefore ആണെങ്കിലും however ആണെങ്കിലും സെന്റൻസിന്റെ ഇടയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെമിക്കോളൻ കണക്ടർ കോമ, അതല്ല ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ therefore-ന്റെ T ക്യാപിറ്റൽ എഴുതുക, കോമ എഴുതുക. however ആണെങ്കിലും സെയിം. നമ്മൾ പറഞ്ഞു കണക്ടേഴ്സ് എന്തിനാ, കുറച്ചും കൂടി നല്ല സെന്റൻസസ്, ബെറ്റർ സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓൾദോ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. ഓൾദോ ഹിസ് അസസ്മെന്റ് ഹാസ് ബീൻ ഡൺ, ഡയഗ്നോസിസ് വാസ് നോട്ട് ക്ലിയർ. ഓൾദോ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സെന്റൻസ് കഴിഞ്ഞിട്ടാണ് കോമ ഇടേണ്ടത്. ഓൾദോ ഹിസ് അസസ്മെന്റ് ഹാസ് ബീൻ ഡൺ, വിലയിരുത്തൽ കഴിഞ്ഞു എങ്കിലും, ഓൾദോ എന്ന് പറയുമ്പോൾ എങ്കിലും എന്നുള്ള ഒരു മീനിങ്ങിലാണ് വരിക. ഡയഗ്നോസിസ് വാസ് നോട്ട് ക്ലിയർ, ഡയഗ്നോസിസ് ക്ലിയർ അല്ല. അപ്പൊ ആ ഓൾദോ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സെന്റൻസ് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് അടുത്ത സെന്റൻസ് എഴുതുക. അടുത്തത് നമുക്ക് രണ്ട് സെന്റൻസ് ആയിട്ട് തന്നിട്ടുണ്ട്, അതിനെ രണ്ടിനെയും കണക്ടർ ഉപയോഗിച്ചിട്ട് ഒരുമിച്ച് കൊണ്ടുവരാം. മിസ്റ്റർ പോൾ ഈസ് ടേക്കിംഗ് മെഡിക്കേഷൻ, അതാണ് ഒരു സെന്റൻസ്. മിസ്റ്റർ പോൾ ഈസ് ടേക്കിംഗ് മെഡിക്കേഷൻ. ഹി ഈസ് ഓൾസോ ടേക്കിംഗ് ഫിസിയോതെറാപ്പി. അടുത്തൊരു സെന്റൻസ് ആണ് ഹി ഈസ് ഓൾസോ ടേക്കിംഗ് ഫിസിയോതെറാപ്പി, ഫിസിയോതെറാപ്പിയും എടുക്കുന്നുണ്ട്. ഇതിന് രണ്ടിനെ നമുക്ക് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാം. മിസ്റ്റർ പോൾ ഈസ് ടേക്കിംഗ് മെഡിക്കേഷൻ ആൻഡ് ഫിസിയോതെറാപ്പി ഈസ് ബീയിങ് ഗിവൺ ആസ് വെൽ. മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്, അതുപോലെ ഫിസിയോതെറാപ്പിയും കൊടുക്കുന്നുണ്ട്. അപ്പൊ രണ്ട് സെന്റൻസിനെ ഇവിടെ എന്താ ഇൻഫർമേഷൻ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. മെഡിക്കേഷനും ഉണ്ട്, ഫിസിയോതെറാപ്പിയും ഉണ്ട്. അപ്പൊ ഇൻഫർമേഷൻ ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആൻഡും ആസ് വെല്ലും ആ ഒരു കണക്ടർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് ഓൺ നെക്സ്റ്റ് അല്ലെങ്കിൽ കോൺസിക്വന്റ് വിസിറ്റ്. ഓൺ സബ്സിക്വന്റ് വിസിറ്റ്സ് ഹി വാസ് ഹാവിംഗ് ദ സെയിം സിംറ്റംസ്. തുടർച്ചയായിട്ടുള്ള വിസിറ്റുകളിൽ ആൾക്ക് ഒരേ സിംറ്റംസ് ആണ് ഉള്ളത്. ഇതൊന്നും കണക്ടർ അല്ല. ഓൺ എക്സാമിനേഷൻ, ഓൺ ഇൻവെസ്റ്റിഗേഷൻ, ഓൺ റിവ്യൂ, ഇങ്ങനെയുള്ളത് കണക്ടേഴ്സ് അല്ല, പക്ഷെ ബെറ്റർ ഇമേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണ സെന്റൻസസ് ആണ്. ഇതൊന്നും കണക്ടേഴ്സ് അല്ല, പക്ഷെ കുറച്ചും കൂടി നല്ലൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓൺ സബ്സിക്വന്റ് വിസിറ്റ് അല്ലെങ്കിൽ ഓൺ ഫോളോയിങ് ഡേയ്സ്, ഓൺ എക്സാമിനേഷൻ, അങ്ങനെയുള്ള സെന്റൻസസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫർദർമോർ എന്നുള്ളത് മെഡിക്കൽ ടെർമിനോളജിയിൽ ഉപയോഗിക്കാൻ പാടില്ല.
ഫർദർമോർ എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ മെഡിക്കൽ ടെർമിനോളജി ടേംസ് ഒന്നും പറയുമ്പോൾ ഉപയോഗിക്കരുത്. ഹി ഹാസ് ഫീവർ ചിൽസ് അലോങ് വിത്ത് ദിസ്. നോക്കിയേ, ഫർദർമോർ എന്നുള്ളതിന് പകരം അലോങ് വിത്ത് ദിസ് ഹി ഈസ് ഹാവിങ് മറ്റുള്ള സിംറ്റംസ് എഴുതാം. ഫർദർമോർ എന്നുള്ളത് നമ്മൾ ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണക്ടർ ആണ്. പക്ഷെ OET-യിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. ചില കണക്ടേഴ്സ് നമുക്ക് OET റൈറ്റിംഗിൽ അവോയ്ഡ് ചെയ്യണം. അങ്ങനെയുള്ള കണക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്കൊന്ന് ജസ്റ്റ് ക്വിക്ക് റിവിഷൻ നടത്താം. നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് കണക്ടേഴ്സ് ആണുള്ളത്. ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്ന കണക്ടേഴ്സ്, ആൻഡ് ഓൾസോ, ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ, അപ്പാർട്ട് ഫ്രം ദിസ്, അങ്ങനെ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുന്ന കണക്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് കണക്ടേഴ്സ് ഉണ്ട്. കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഐഡിയയും ഉണ്ടായിരിക്കും, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഐഡിയയും ഉണ്ടായിരിക്കും. അതിനെ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കോൺട്രാസ്റ്റ് കണക്ടേഴ്സ്. ഇൻഫർമേഷൻ ആഡ് ചെയ്യാന്ന് വെക്കുമ്പോൾ ഒരേ കാര്യങ്ങൾ ആഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സിംറ്റംസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്താ, ഹി ഹാസ് ഫീവർ ചിൽസ് ആസ് വെൽ ആസ് കഫ്, അങ്ങനെ ഇൻഫർമേഷൻസ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ സെറ്റ് ഉപയോഗിക്കുന്നത്. കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവും ഉണ്ടായിരിക്കും, നെഗറ്റീവും ഉണ്ടായിരിക്കും. അതിനെ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കോസ് ആൻഡ് ഇഫക്റ്റ് കണക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തൽഫലമായി, അതുകൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുത്തു, അതുകൊണ്ട് ഭേദമായി, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്നതാണ് കോൺട്രാസ്റ്റ് കോസ് ആൻഡ് ഇഫക്റ്റ് കണക്ടേഴ്സ്. പിന്നെ നമ്മൾ പറഞ്ഞു സ്പീക്കിങ്ങില് ഹെൻസ് എന്നുള്ളത് ഉപയോഗിക്കരുത്, ദെർഫോർ എന്നുള്ളത് ഉപയോഗിക്കുക. ഹെൻസും ദസും ഒക്കെ എടുത്ത് കളഞ്ഞു, അതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കരുത്. ദെർഫോർ എന്നുള്ള കണക്ടർ ഉപയോഗിക്കുക. ഹവർ ആണെങ്കിലും ദെർഫോർ ആണെങ്കിലും സെന്റൻസിന്റെ ഉള്ളിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെമികോളൻ, ഹവർ അല്ലെങ്കിൽ ദെർഫോർ കോമ. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, കോമ. ഹവർ എന്ന് എഴുതുമ്പോൾ H ക്യാപിറ്റൽ എഴുതുക, കോമ. ദെർഫോർ ആണെങ്കിലും T ക്യാപിറ്റൽ എഴുതുക, കോമ. ഉള്ളിലാണെങ്കിൽ സെമികോളൻ, കണക്ടർ, കോമ. സ്ട്രക്ചർ ഫോളോ ചെയ്തോളൂ. ഓൾദോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓൾദോ ഹിസ് അസസ്മെന്റ് ഹാസ് ബീൻ ഡൺ, ആ സെന്റൻസ് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ടാണ് ഡയഗ്നോസിസ് വാസ് നോട്ട് ക്ലിയർ അടുത്തൊരു സെന്റൻസ് എഴുതിയിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മെഡിക്കൽ ടെർമിനോളജിയിലെ ഫർദർമോർ എന്നുള്ള കണക്ടർ ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമുക്ക് OET റൈറ്റിംഗിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കണക്ടേഴ്സ് ഏതൊക്കെയാന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തെയാണ് ഫർദർമോർ. ഫർദർമോർ ഒരിക്കലും മെഡിക്കൽ ടെർമിനോളജീസ് പറയുമ്പോൾ ഉപയോഗിക്കരുത്. മോറോവർ, ഹെൻസ്, ഹെൻസ് ഉപയോഗിക്കാൻ പാടില്ല. ദെർഫോർ എന്നുള്ള കണക്ടർ ആണ് നമ്മൾ ഹെൻസിനെ പകരം ഉപയോഗിക്കുക. മീൻവൈൽ, സോ, ഫസ്റ്റ്ലി, നമ്മൾ ഓർഡർ ചെയ്ത് എഴുതുന്നത് പോലെ ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ദെൻ, ഫൈനലി അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ദെൻ, ഫൈനലി, ദർ, ഇങ്ങനെയുള്ള ഓർഡർ ചെയ്ത് എഴുതുന്ന കണക്ടേഴ്സ് ഒന്നും ഉപയോഗിക്കരുത്. ദർ ആഫ്റ്റർ എന്നുള്ളത് ഉപയോഗിക്കരുത്. അതേപോലെ തന്നെ ഹെൻസും ദസും ഉപയോഗിക്കാൻ പാടില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്നുള്ള കണക്ടർ ഉപയോഗിക്കരുത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ബിസൈഡ്സ്, ഈ കണക്ടേഴ്സും ഉപയോഗിക്കരുത്. ഏതൊക്കെയാണ്? ഫർദർമോർ, മോർ ഓവർ, ഹെൻസ്, മീൻവൈൽ, സോ, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, then, finally, thereafter, hence, thus, besides, apart from that, but. ഈ കണക്ടേഴ്സ് ഒന്നും OET റൈറ്റിംഗിൽ ഉപയോഗിക്കരുത്. OET റൈറ്റിംഗിൽ ഉപയോഗിക്കുന്ന കണക്ടേഴ്സ് ആണ് ഇനി അടുത്തത് പറയുന്നത്. however, എന്നിരുന്നാലും എന്നുള്ളൊരു മീനിങ്ങിൽ. ഇൻ അഡീഷൻ, ഇൻ അഡീഷൻ കഴിഞ്ഞാൽ കോമിട്ടോളോ. അഡീഷണലി, ദെർഫോർ, ഫോർ വിച്ച്, അതിനാൽ. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി എന്ന് പറയുമ്പോൾ ശസ്ത്രക്രിയാനന്തരം. ഓൾദോ, എങ്കിലും എന്നുള്ളൊരു മീനിങ്ങിലാണ്. ആസ് എ റിസൾട്ട്, അതുകൊണ്ട്.
സിൻസ് നമ്മൾ മുതൽ തുടക്കത്തിലാണ് വെക്കുക. മുതൽ എന്നുള്ള അർത്ഥത്തിലാണ് സിൻസ് വെക്കുന്നത്. ഓൺ സബ്സിക്വന്റ് അല്ലെങ്കിൽ ഫോളോയിങ് ഡേയ്സ്. ഓൺ സബ്സിക്വന്റ് അല്ലെങ്കിൽ ഫോളോയിങ് ഡേയ്സ് എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ. along with അതിനോടൊപ്പം. such as well as. പിന്നെ നമ്മൾ കണക്റ്റർ അല്ല, പ്ലീസ് നോട്ട്, കൈൻഡ്ലി നോട്ട് എന്നുള്ളത് കണക്റ്റേഴ്സ് അല്ല, പക്ഷെ കുറച്ചും കൂടി നല്ലൊരു സെന്റൻസ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്ലീസ് നോട്ട്, കൈൻഡ്ലി നോട്ട്, ഇനീഷ്യലി തുടക്കത്തിൽ എന്നുള്ള അർത്ഥത്തിൽ ഇനീഷ്യലി എന്നുള്ളതാണ് ഉപയോഗിക്കുക. കറന്റ്ലി ഇപ്പോൾ, ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കറന്റ്ലി. ഓൺ റിവ്യൂ ടുഡേ. ഓൺ റിവ്യൂ എന്നുള്ളതും കണക്റ്റർ അല്ല, പക്ഷെ ബെറ്റർ ഇമേജ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സബ്സിക്വന്റ്ലി. ഇൻ വ്യൂ ഓഫ് ദി എബവ് മുകളിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. ഓൺ അസസ്മെന്റ് വിലയിരുത്തലിൽ. ഇൻക്ലൂഡിംഗ് എന്ന് പറയുമ്പോൾ ഉൾപ്പെടെ. റീസെന്റ്ലി അവസാനമായി. അൺലെസ്, ആൻഡ്, ആസ്, ഓർ. ഒന്നുകൂടി നമുക്ക് പറയാം. OET റൈറ്റിംഗിൽ ഉപയോഗിക്കുന്ന കണക്റ്റേഴ്സ് ആണ് however, in addition, additionally, therefore, for which, post operatively, although, as a result, since, on subsequent അല്ലെങ്കിൽ following days, along with, such as well as, please note, kindly note, പിന്നെ initially തുടക്കത്തിൽ, currently ഇപ്പോൾ. On review today, subsequently, in view of the above, on assessment, including, recently, unless, and, as, or. ഇത്രയും കണക്റ്റേഴ്സ് നമുക്ക് OET റൈറ്റിംഗിൽ ഉപയോഗിക്കാം. പകരം furthermore, moreover, hence, meanwhile, so, firstly, secondly, then, finally, thereafter, hence, thus, besides, apart from that, but ഇങ്ങനെയുള്ള കണക്റ്റേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഉപയോഗിക്കാൻ പാടുള്ള കണക്റ്റേഴ്സും അതേപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണക്റ്റേഴ്സും ശ്രദ്ധിച്ചോളൂ. എപ്പോഴും കണക്റ്റർ ഉപയോഗിച്ചിട്ട് ഒരു സെന്റൻസ് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നല്ലൊരു ബെറ്റർ ഇമേജ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫർദർമോർ, മോറോവർ ഒന്നും സ്പീക്കിങ്ങിലാണെങ്കിലും മെഡിക്കൽ ടെർമിനോളജീസ് വരുമ്പോൾ ഉപയോഗിക്കരുത്. ഫർദർമോർ, മോറോവർ, ഹെൻസ്, മീൻവൈൽ, സോ, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ദെൻ, ഫൈനലി, thereafter, hence, thus ഇതൊന്നും ഉപയോഗിക്കരുത്. പകരം however, in addition, additionally, therefore, for which, post operatively, although, as a result, since, on subsequent അല്ലെങ്കിൽ following days, along with, such as well as, please note, kindly note, initially, currently, on review today, subsequently, in view of the above, on assessment, including, recently, unless, and, as, or. ഈ കണക്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് OET റൈറ്റിംഗിൽ ഉപയോഗിക്കാം. So this is all about connectors in OET writing and speaking. If you have any doubt, you can ask through comment section. Okay, so that's the end of this live session. We can meet in the next live session. Thank you.